അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഖാദിർ എന്നത്. എല്ലാത്തിനും കഴിയുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ 12 പ്രാവശ്യമാണ് ഈ ഇസ്മ് വന്നത്. ഇതിൻ്റെ അബ്ജദിയത്ത് 439 ഒരു മധ്യവർത്തിയെ കൂടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുമായി ബന്ധപ്പെടാതെ തന്നെ ഏതൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നവൻ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന വിഷയത്തിൽ ഒരു അശക്തതയും വന്നു ചേരാത്തവൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിലുള്ള ഖുദ്റത്ത് കഴിവ് ഉള്ളവൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സിഫത്താണ്, വിശേഷണമാണ് ഖുദ്റത്ത് എന്നത്. ഉണ്ടാകലിനെയും ഇല്ലായ്മയെയും സ്വീകരിക്കുന്ന സർവ വസ്തുക്കളുടെ മേലിലും അല്ലാഹു തആല ഖാദിറാണ്, മുഖ്തദിറുമാണ്, എല്ലാ നിലക്കും കഴിവുള്ളവനാണ്. ഖദീർ എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഖുദ്റത്ത് എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഇഖ്തിദാർ എന്നത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അള്ളാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ ആ ഖുദ്റത്ത് എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണവും കഴിവുള്ളവൻ എന്നത് അള്ളാഹുവിൻ്റെ നാമവുമാണ്. എന്നാൽ അള്ളാഹു മുഖ്തദിറാണ് എന്ന് പറയൽ ആ ഖുദ്റത്തിനെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോൾ ആണ്. ചില പണ്ഡിതന്മാർ ഖാദിർ എന്നതിന് 2 രൂപത്തിലുള്ള അർത്ഥം പറഞ്ഞത് കാണാം. ഒന്ന്, സർവകാര്യങ്ങളുടെ മേലിലും കഴിവുള്ളവൻ. മറ്റൊന്ന്, എല്ലാ വസ്തുക്കളെയും കണക്കാക്കുന്നവൻ. സർവ വസ്തുക്കൾക്കും ഒരു ഖദർ നിശ്ചയിക്കുന്നവൻ, ഒരു കണക്ക് നിശ്ചയിക്കുന്നവൻ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെ മേലിലും കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിനെ അശക്തതയിൽ ആക്കുകയില്ല. അവൻ ഫഅാലുൻ ലിമാ യുരീദാണ്. ഉദ്ദേശിക്കുന്ന സർവ കാര്യങ്ങളെയും പ്രവർത്തിക്കുന്നവനാണ്. ഖാദിർ എന്ന ഇസ്മുമായിട്ട് ഒരുത്തൻ തഅല്ലുഖായാൽ, ബന്ധമായാൽ, തീർച്ചയായും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു നിലക്കും അശക്തത ബാധിക്കാത്ത, എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കുന്ന രൂപത്തിലായി മാറും. താൻ എത്ര ആജിസാണെങ്കിലും തൻ്റെ സൃഷ്ടാവായ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒരു വിധേനയുള്ള അശക്തതയും ബാധിക്കാത്തവനാണ് എന്ന ആ ഒരു തലത്തിലേക്ക് അവന് എത്താൻ കഴിയും. ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ട രൂപം മഹത്തുക്കൾ പഠിപ്പിച്ചു. ദീനിലും ദുനിയാവിലും ഉപകാരപ്രദമായ അറിവുകളുടെ മേലിൽ നീ കഴിവുള്ളവനാകണം. നീ ജാഹിലാകരുത്, ജഹിലിലൂടെ നീ ബലഹീനനാകരുത്. ദീനിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ അറിയാൻ നീ കഴിവുള്ളവനാകണം. ദുനിയാവിൽ ഉപകാരപ്പെടുന്ന ഇൽമുകളുടെ മേലിലും നീ കഴിവുള്ളവനാകണം. നിന്റെ ത്വാഖത്ത്, നിന്റെ കഴിവിനെ നീ പരമാവധി നന്മകളിൽ ഉപയോഗിക്കുക. ഈ രൂപത്തിലാണ് ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. ഖാദിർ എന്ന് അള്ളാഹുവിൻ്റെ മേലിൽ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിനുള്ള മറ്റൊരു നാമം ആണ് ഖദീർ എന്നത്. ഓരോ ഇസ്മുകളും തമ്മിൽ
ചില പ്രത്യേക രൂപത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാലും നമുക്ക് ഖദീർ എന്നതിന് പരിപൂർണമായ ഖുദ്റത്തുള്ളവൻ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനോട് ഒരു നിലക്കുള്ള അശക്തതയും ഒരു നിലക്കും ബന്ധപ്പെടുകയില്ല. അള്ളാഹു കഴിവാക്കിയ വിഷയങ്ങളിൽ നിന്ന് ഒരു വസ്തുക്കളും പുറപ്പെടുകയില്ല. എല്ലാത്തിൻ്റെ മേലിലും അള്ളാഹുവിന് കഴിവുണ്ട് എന്നതുകൊണ്ട് തന്നെ സർവ വസ്തുക്കളും അള്ളാഹുവിൻ്റെ മഖ്ദൂറുകളാണ്, അള്ളാഹുവിന് ഖുദ്റത്ത് ഉള്ളതാണ്. അതിൽ നിന്ന് ഇവിടെ ഉണ്ടായ ഒരു വസ്തുവും പുറപ്പെടുകയില്ല. ആ വസ്തുക്കളുടെ തടികളും ആ വസ്തുക്കളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ വിശേഷണങ്ങളൊന്നും പുറപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒരു വസ്തുവും പുറപ്പെടാത്തതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനുണ്ട് എന്നാണല്ലോ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു ഖുദ്റത്ത് എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വസ്തുവിനും പുറപ്പെടാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ അറിവ് ബന്ധിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുമായെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ മശീഅത്തും ഉദ്ദേശവും ബന്ധപ്പെടും എന്നാണ്. എല്ലാ കാര്യങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ബന്ധപ്പെടുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ അറിവ് ബന്ധപ്പെടുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായി ഖുദ്റത്ത് ബന്ധപ്പെടും. ബുദ്ധിപരമായി തന്നെ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായി അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഒരിക്കലും ബന്ധപ്പെടുകയില്ല എന്നാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നാം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കെട്ടുപെടുന്ന എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് നമ്മളവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ, അസംഭവ്യമായ വിഷയങ്ങൾക്കും കഴിവുള്ളവൻ എന്ന തലത്തിൽ നമ്മൾ മനസ്സിലാക്കരുത്. അപ്പം അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ഇൽമ് ഇല്ലാതെയാക്കാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ ഹയാത്ത് ഇല്ലാതെയാക്കാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ സംഉം ബസറും ഇല്ലാതെയാക്കാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ വുജൂദിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് കഴിവുകേടല്ല, അത് അള്ളാഹുവുമായിട്ട് അള്ളാഹുവിന് വാജിബായ വിശേഷണങ്ങളാണ്. അതുമായിട്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ കെട്ടുപെടുകയില്ല എന്ന നിലക്ക് നാം അത് മനസ്സിലാക്കണം. അള്ളാഹു എല്ലാ നിലക്കും ഖുദ്റത്തുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് സർവ വസ്തുക്കളും ഇവിടെ ഉണ്ടായത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് സർവ വസ്തുക്കളെയും അള്ളാഹു നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് സർവ വസ്തുക്കളെയും അള്ളാഹു പ്രത്യേകമായ രൂപത്തിലുള്ള ക്രമപ്പെടുത്തലുകൾ നടത്തിയത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് അള്ളാഹു സർവ വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുന്നത്, മരിപ്പിക്കുന്നത്, വീണ്ടും പുനർജീവിപ്പിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് നല്ല പ്രതിഫലം നൽകുന്നത്, ചീത്ത ചെയ്ത ആളുകൾക്ക് ശിക്ഷ നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭാഗത്തിലേക്ക് തിരിക്കുന്നത്. ഈ നിലക്കെല്ലാം ഖുദ്റത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ മഹത്തായ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇതിനെ ധാരാളം ചൊല്ലുന്ന സമയത്ത് നിൻ്റെ ലാഹിറും ബാത്തിനുമായ ബലഹീനത, ശരീരത്തിൻ്റെ പുറമേ ഉള്ളതും അകത്തുള്ളതുമായ ഇബാദത്തുകളിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ, ആ ബലഹീനതകളൊക്കെ നീക്കി നിന്നിൽ പ്രത്യേകമായ ഒരു ഖുവ്വത്ത് ഈ ഇസ്മ ഉണ്ടാക്കുമെന്നാണ്. അതുപോലെ തന്നെ ഓരോ വുളൂ നിർവഹിച്ചതിൻ്റെ ശേഷവും ഈ മഹത്തായ ഇസ്മിനെ ചൊല്ലുമ്പോൾ
തീർച്ചയായും നിന്നോട് ഒരു കാരണവുമില്ലാതെ ശത്രുത വെക്കുന്ന ശത്രുക്കളെ നിനക്ക് ജയിച്ചടക്കാൻ കഴിയും എന്നും മഹാന്മാർ പറയുന്നത് കാണാം. ഇത് ധാരാളമായിട്ട് ഇത് ചൊല്ലുമ്പോൾ ശത്രുക്കളുടെ ശത്രുതകളെ അള്ളാഹു നശിപ്പിച്ചു കളയും. യാ അസീസു യാ ഖാദിറു ഈ 2 ഇസ്മുകൾ കൂട്ടിച്ചൊല്ലുകയാണ് എങ്കിൽ അതിന് വലിയ ഫലമാണ് എന്നും മഹാന്മാർ പറയുന്നത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.